ഹലോ, ഇന്നത്തെ വിഷയം ഈ വണ്ടി കേട്ടോ. ഈ വണ്ടി നമ്മുടെ ഒരു സന്തത സഹചാരിയായിരുന്നു. എൻ്റെ കസിൻ ബ്രദർ ജിത്തുവിൻ്റെ വണ്ടിയാണിത്. ഇന്നലെ ഈ വണ്ടി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ വണ്ടിക്ക് ഒരു ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തോന്നി. അപ്പം അങ്ങനെ പഴയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ ട്രിബ്യൂട്ട് സെറ്റ് ചെയ്തു. ഈ വണ്ടി എടുക്കാൻ പോയത് ഞാനും ജിത്തുവും അവൻ്റെ അച്ഛൻ, എൻ്റെ അനിയൻ, ഞങ്ങളെല്ലാവരും കൂടിയാണ്. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞ ഡയലോഗൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എപ്പോഴും പറയും, റൂഫ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന വണ്ടി കിട്ടിയിട്ട് അതിൻ്റെ മേലെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് എൻ്റെ ആഗ്രഹമാണ്. അപ്പൊ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ഓട്ടമില്ലാട്ട മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രസമായിരുന്നു. ഇനി ഈ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം ഒന്ന് കേൾക്കും. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞ് വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല. കേട്ടില്ലേ അതിന്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ? നല്ല അടിപൊളി വണ്ടിയായിരുന്നു കേട്ടാ. എല്ലാ സാഹചര്യങ്ങളിലും, സന്തോഷങ്ങളിലും, സങ്കടങ്ങളിലും, യാത്രകളിലും എല്ലാവരുടെ കൂടെ നിന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിൽ ഈ ആടിക്കളിക്കുന്നത് കണ്ടോ? അത് ഒരു ദിവസം സിന്തമ്മ പറഞ്ഞേ, കൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ അല്ലേ മോനെ ഇതിൽ വെക്കേണ്ടതെന്ന്. അപ്പൊ ഞാൻ മാലാഖനെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയെന്നും പറഞ്ഞിട്ട് ഏതൊരു ഗോസ്റ്റ് ആണ് അതിനെയാണ് അതാണ് അതിൽ ഊഞ്ഞാലാടി കളിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും യാത്രകളിലും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഇന്നലെ എനിക്ക് തോന്നി ഈ വണ്ടീനെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ. സാഹചര്യങ്ങൾ കൊണ്ടാണ് വണ്ടി കൊടുക്കേണ്ടി വന്നത്. പക്ഷെ നമ്മൾ ആരെങ്കിലും ഒരാൾ ആ വണ്ടീനെ ഓർത്ത് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതെന്റെ വട്ടായിട്ട് തോന്നാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപകരിച്ചിട്ടുള്ള അത് വണ്ടി ആയാലും ശരി, മനുഷ്യനായാലും ശരി. അപ്പോ എനിക്കൊരാഗ്രഹം, ആ വണ്ടി ഒരു ഓർമ്മയായിട്ട് ഇതിലെങ്കിലും കിടക്കട്ടെ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഫുൾ പിക്ചർ ഇതാണ്. എങ്ങനെയുണ്ട്? നല്ല വണ്ടിയല്ലേ? കേട്ടില്ലേ? ഇതാണ് സൗണ്ട് സിസ്റ്റം. അടിപൊളി വണ്ടി കേട്ടോ. സന്തോഷ് സഹചാരി എന്ന് പറഞ്ഞ നല്ലൊരു കൂട്ടായിരുന്നു. ജിത്തുവിന് ഇതൊരു കൂടപ്പറപ്പ് പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അവന്റെ ഊണും ഉറക്കവും എല്ലാം ഈ വണ്ടിയിലായിരുന്നു. അത് കൊടുക്കുമ്പോ അവന് നല്ല വിഷമം ഉണ്ടായിണ്ടാവും. സാരില്ല, പക്ഷെ ഇനിയും നല്ല വണ്ടികളൊക്കെ വാങ്ങാനും പറ്റട്ടെ. പിന്നെ ഇതിൽ ആടിക്കളിക്കണുണ്ടോ? ഒരു ദിവസം സിന്തമ്മ പറഞ്ഞു, മോനെ ഇതില് ഈ കൃഷ്ണനിക്കലടാ വെക്കണ്ടേന്ന്. നോക്കുമ്പോണ്ട് മാലാഖേനെ വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. ഈ ആടിക്കളിക്കുന്നത് മാലാഖയൊന്നല്ലട്ടാ. അത് ഏതോ ഒരു ഒരു എന്താ അതിനെ പറയാ, ഒരു ഗോസ്റ്റിന്റെ പോലത്തെ ഒരു ഐറ്റം ആണ്. എന്നാലും കുഴപ്പമില്ല. വണ്ടി എന്ന് പറഞ്ഞ ഒരുവിധം എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോ എല്ലാവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ പോവാനും എല്ലാ കാര്യത്തിനും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാഹനം. അപ്പൊ അതിങ്ങനെ കൊടുത്തു എന്ന് കേട്ടപ്പോ എനിക്ക് മാനസികമായിട്ട് അയ്യോ, കയ്യിന്ന് അത് പോയില്ലേ. കാരണം കൊടുക്കാനുണ്ടായത് സാഹചര്യങ്ങളാട്ടോ. ഇപ്പോ അതിന്റെ പഴയ ഇതൊന്നും കിട്ടണില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇപ്പൊ വേറെ നല്ല 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 വണ്ടികളൊക്കെ വാങ്ങി നല്ല ഒരു ഇതാവട്ടെ.